നന്നാക്കേണ്ട, വീട്ടിലെ അന്തരീക്ഷം നന്നാക്കേണ്ട സമയം എത്രയോ മാറിയിട്ടുണ്ട്. ഉപ്പമാരോട് പറയുന്നത് നമ്മൾ ആ മരുടെ സ്വഭാവത്തെ മാറ്റിയേക്കുക, എന്നിട്ട് അത് ചെയ്യടി, അല്ല കുട്ടികളെ ഉപയോഗിച്ച് മക്കളെ പിന്നെ വയറിനെ ഷൗട്ട് ചെയ്യുക, അടിക്കുക, കുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഉപദ്രവങ്ങളുണ്ടല്ലോ, അതൊക്കെ നിർത്തേണ്ട, ആ മുരടൻ സ്വഭാവം നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അതൊന്നും ദീനല്ല, അതൊന്നും ഇസ്ലാമല്ല. ആണോ അല്ലേ? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? അതേപോലെ അമ്മായിമാരെ നാത്തൂരുള്ള പ്രശ്നങ്ങൾ അത് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അത് നിർത്താത്തതിന്റെ ഭാഗമാണ് ഇന്ന് ആണുങ്ങൾ കൊല നിറഞ്ഞതും പെൺകുട്ടികൾ പണ്ടൊക്കെ ഞങ്ങൾ ദ്വാരക്കല് കൊല നിറഞ്ഞിരിക്കുന്ന കുറെ പെൺകുട്ടികളാണ് ചോദിച്ച ഇനങ്ങൾ നൽകണം. ഇന്ന് കൊല നിറഞ്ഞിരിക്കുന്ന കുറെ സത്യല്ലേ, കൊല നിറഞ്ഞിരിക്കുന്ന കുറെ ആണുങ്ങളുണ്ട്. അള്ളാഹുവെ ചോദിച്ച ഇനകളെ കൊടുക്കണത് ദ്വാരക്കേണ്ട ഗതികളിലേക്ക് എത്തി. പെൺകുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല നിലവാരത്തിൽ പഠിച്ചിട്ടുണ്ട്. ആണുങ്ങളോ പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിച്ച പെൺകുട്ടിക്ക് പഠിക്കാത്ത ആണിനെ പറ്റുമോ? അത്യാവശ്യം നല്ല റിസോഴ്സ് ഉള്ള റിച്ചായ ആണിനെ പെണ്ണിന് പറ്റുള്ളൂ. അവിടെ കിട്ടാനില്ല. അവിടെ 28ഉം 27ഉം 30ഒക്കെയാണ് പണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങളാണ് അങ്ങനെ കല്യാണം കഴിക്കല്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലും ആ ആണുങ്ങൾ 28 ഇരുത്തി ഗൾഫിൽ നിന്ന് വരും, ലീവിന് വരും, 6 മാസം തപ്പും, കിട്ടാതെ പിന്നെയും പോകും, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഉണ്ടാക്കി വരും, പിന്നെ 6 മാസം തപ്പും. ചിലപ്പോ നീ ഏതെങ്കിലും അതെങ്കിലും അത് ആ ലെവലിലേക്ക് എത്തി. ഞാൻ സത്യം പറഞ്ഞത്, എന്റെ 10-12 വർഷത്തിന്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസും ഞാൻ നാട്ടിൽ ഇടപെടുന്ന പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്, എന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത്. ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പെൺമക്കളെ കുറ്റപ്പെടുന്ന കാര്യമല്ല, വീട്ടിലെ സാഹചര്യം നന്നാക്കിയാൽ. പെൺമക്കൾ എന്തേ പറഞ്ഞോളൂ, കല്യാണം വേണ്ടെന്നേ പറഞ്ഞോളൂ. കല്യാണത്തിന് ശേഷം നടക്കുന്ന വേണ്ടെന്ന് പോലെ ആരും പറഞ്ഞില്ല. അത്രയൊക്കെ പറയാനുള്ളൂ കുട്ടികളുണ്ട്. ബാക്കിയൊക്കെ മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ബാക്കിയൊക്കെ നടക്കണ്ടല്ലോ. ബാക്കിയൊക്കെ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും എല്ലാ സംഗതികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരാളെ അടിമയാവാൻ എന്നെ കൂടെ കഴിയില്ല എന്നുള്ളത് പോലെ പറഞ്ഞോളൂ. അതിന് പല ഒരു കോമൺ പേരിട്ടു. ലിവിംഗ് ടുഗദർ ആവാം, സിറ്റുവേഷൻഷിപ്പ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, അല്ലെ? ബെഞ്ചിങ്. ബെഞ്ചിങ്ങിലാണ്. ഇതിന്റെ ബെഞ്ചിങ്ങിലെ 2ാമത്തെ ആളാണ് പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിയാൻ മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിലപ്പുറം പറഞ്ഞ കുട്ടികളില്ലാത്ത സ്ഥലത്തിലെ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ളത് നിങ്ങൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി എന്താണ്? പരിശീലനം അതാത് സമയത്ത് അള്ളാഹു തരുന്ന സമയത്ത് നമ്മൾ അതവിടെ കൊടുക്കണം. വെള്ളം വേണം എന്നുള്ളത് അല്ലേ? അവരുടെ ഒരു ഭാഷയിൽ പറയില്ലേ, അതിന് മുമ്പ് ഒരു വെള്ളം വേണമെന്ന് പറയില്ല, കരയുള്ളൂ. കുറച്ച് കഴിഞ്ഞാലും പറയില്ല. പക്ഷെ ഈ വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഒരു ഉമ്മ ചെയ്യേണ്ട പണി എന്താ? ആ സമയത്ത് വെള്ളം കുടിക്കാൻ പരിശീലിപ്പിക്കണം. ഇരുന്ന് 3 മുറുക്കായി സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കൊടുക്കാൻ പരിശീലിപ്പിക്കണം. ചീച്ചി പറഞ്ഞാൽ മൂത്രയിക്കലേ. ഈ മൂത്രയിക്കാൻ വേണ്ടി അതിന് മുമ്പ് പറഞ്ഞിട്ട് ബിരിയാണി ഇല്ലാലോ. കല്യാണത്തിന് മാറ്റിയ സമയത്ത് മേക്കപ്പെട്ട് ഒരുങ്ങിയ സമയത്ത് മൂത്രിച്ച് അവിടെ അടങ്ങാറാക്കി അതേ കുട്ടി ഒരാഴ്ച തുടർച്ചയായിട്ട് ചീച്ചി എന്ന് പറയും. അതിന് മുമ്പും പറഞ്ഞിട്ട് ശേഷം പറയില്ല. ആ സമയത്ത് നമ്മളെന്താ പറയാ? ആ ഡൈനിങ്ങളുടെ ടോയ്ലറ്റിൽ പോയിട്ട് മുദ്രയിച്ച് പോരുക. ഓനോടെ പോയിക്കണ്ട് പെൺകുട്ടിയാണെങ്കിൽ ഇരുന്ന് മുദ്രയ്ക്കും, ആൺകുട്ടിയാണെങ്കിൽ സിബ് കീച്ചിട്ട് ഇങ്ങനെ വീശും ചുവരുമൊക്കെ. ഇങ്ങനെ ഈ വീശലാണ് സ്കൂളിൽ കാണുന്നത്. മദ്രസയില് പുസ്തകങ്ങൾ വിട്ടാലും മുദ്രപ്പേരിൽ കാണുന്നത്. ഇത് മദ്രസയിൽ വന്നിട്ട് തുടങ്ങിയ സ്വഭാവമാണോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്നതാണോ? ഏതാ? വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പരിശീലിപ്പിക്കാൻ നേരമില്ല നമുക്ക്. കാരണം നമ്മള് കാര്യമായിട്ട് IAS ഓഫീസർ അല്ലേ, ജില്ലന്റെ കലക്ടറിന്റെ ഉത്തരവാദിത്തം മൊത്തം നമ്മൾ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ അതിനുമാത്രം വലിയ കാര്യപ്പെട്ട ചർച്ചയിൽ പണിയില്ലല്ലേ. ഓരോ വില്ലേജ് ഓഫീസർമാരാണല്ലോ. നമുക്ക് അതിനുമാത്രം പണികളില്ലേ? മക്കളെ നോക്കാൻ നേരമില്ലെങ്കിൽ മക്കൾക്ക് ജന്മം നൽകരുത് എന്നാണ് പുതിയ കാലത്തെ പഠനങ്ങളും ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. നോക്കാൻ ഒഴിവും കഴിവില്ലെങ്കിൽ. കാരണം ഇപ്പൊ ഒരു വിവാഹം പോലല്ല, ദാമ്പത്യ ജീവിതം പോലല്ല. നമുക്ക് വേണമെങ്കിൽ പാതി വലിച്ച് സ്റ്റോപ്പാക്കിയത് വലിയ പരിക്കുകളൊന്നുമില്ല. പക്ഷെ ഈ മക്കളെ പാരന്റിങ് പാതി വെച്ചിടാൻ പറ്റുമോ? വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഇന്നിപ്പോ ഡൈവേഴ്സ് റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ മക്കളുടെ സ്വഭാവ വൈകല്യം അതനുസരിച്ച് കൂടുന്നില്ലേ? വാപ്പയിൽ നിന്ന് കിട്ടേണ്ടത് വാപ്പയിൽ നിന്ന് കിട്ടണം, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് ഉമ്മയിൽ നിന്ന് കിട്ടണം. ഇതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഈ ഒരു ഏളയൂരിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുത്ത ആളുകൾ ഈ ഒരു വിഷയത്തിൽ കണിശമായ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സമ്മാനം നിങ്ങളുടെ മക്കൾക്ക് ഈ രൂപത്തിൽ കൊടുക്കണമെന്നാണ് ഉറപ്പെടുത്തുന്നത്. ഓരോന്ന് മക്കൾ ചോദിക്കുമ്പോൾ അതങ്ങനെ അവർക്ക് കൊടുക്കുക. ഇനി കുറച്ചൊക്കെ വലുതായാൽ കൗമാരത്തിലേക്ക് എത്തിയാൽ, അല്ലെ, കൗമാരത്തിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ഇതേ ഒരു സാധനം അത്ര തന്നെ വിജയിക്കണമെന്നില്ല. അപ്പൊ ആ സാധനം വിജയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് മദ്രസയിലെ കുട്ടി 5ാം ക്ലാസ് കഴിഞ്ഞ് 6ലേക്ക് എത്തിക്കഴിഞ്ഞാൽ
കുറച്ചുകൂടെ ഒക്കെ അല്ലെ നമ്മളെ കണ്ണ് വെട്ടിക്കാനൊക്കെ മോനെ പാകപ്പെട്ടിട്ടുണ്ടാവും. മോനെ എത്രയാ? 2 4 5 ഇപ്പൊ നല്ല കുട്ടിയാട്ടോ, നല്ല കുട്ടിയാണ് മാഷാ അല്ലാഹ്. ആ ഒരു സമയമാകുമ്പോ സ്വാഭാവികമായിട്ടും ഒന്നുകൂടെ നമ്മളെ കണ്ണ് വെട്ടിക്കുന്ന നമ്മളെ പറ്റിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അവരെത്തും. അപ്പൊ ഈ സമയത്ത് സാധാ പരിശീലനം കൊണ്ട് ചിലപ്പോൾ റെഡി ആവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിംഗ് ലിമിറ്റുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. സെറ്റിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൾസറി ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, പക്ഷെ അവർക്ക് ഓപ്ഷണൽ ആയിരിക്കണം. ഉദാഹരണത്തിന് മോനു ഇപ്പച്ചന്റെ കുട്ടിക്ക് ഇപ്പച്ചന്റെ കുട്ടിക്ക് വേണമെങ്കിൽ രാവിലെ 5 മണിക്ക് എണീക്കാം, 5:30 എണീക്കാം. മോൻ തീരുമാനിച്ചോ? ഒന്നുകിൽ 5 മണിക്ക് അല്ലെങ്കിൽ 5:30. രണ്ടാമതൊരു സമയത്ത് എണീക്കൽ കമ്പൾസറി ആണ്. അതിന് കോംപ്രമൈസ് ഇപ്പച്ചൻ തയ്യാറല്ല. പക്ഷെ നിനക്ക് ഓപ്ഷൻ ഉണ്ട്. നീ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ത്? ഐദർ ഓർ നെയ്തർ. 5 മണിക്ക് വേണോ, 5 o'clock വേണോ, 5:30 വേണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചൂസ് ചെയ്യും? 5:30 ചൂസ് ചെയ്യും. ഓക്കെ. കാരണം ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരൊരു കാര്യം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അവരത് നന്നായിട്ട് കീപ്പ് ചെയ്യും. ഇപ്പോ കൗൺസിലിംഗിന് വരുന്ന പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളോട് പിന്നെ ഈ പ്രണയത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവർ എന്നോട് ചെയ്യുന്ന സംഗതിയാണ്, സാറ് ഞാൻ അവർക്ക് പ്രോമിസ് കൊടുത്തു, ഞാൻ അവന്റെ കയ്യിൽ അടിച്ചിട്ട് പ്രോമിസ് കൊടുത്തു, സാറെ ഞാൻ അവന്റെ കയ്യിൽ തലയിൽ കൈവച്ചിട്ട് വാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, അള്ളയാണ് റസൂലാണ് സത്യം, ദീനാണ് സത്യം, ഞാൻ പ്രോമിസ് കൊടുത്തു, ഞാൻ അന്നെ കെട്ടു എന്റെ ലൈഫിൽ നിന്ന്. ഇനി സാറെ ഞാൻ അവനെ ചീറ്റ് ചെയ്യല്ലേ? ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ ചീറ്റ് ചെയ്യലല്ലേ? ആ ഒരു കുട്ടി ചെയ്തതിൽ അവളുടെ ഒരു ട്രസ്റ്റും അവളുടെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കണ്ടോ? ഇത്രയും കാര്യം പോറ്റി ഉമ്മാരെ ചീറ്റ് ചെയ്യുന്നത് ഒരു വിഷയമല്ല. മനസ്സിലായില്ല? ഇത്രയും കാലം പോറ്റി ഉമ്മാരെ ചീറ്റ് ചെയ്യുന്നത് വിഷയമല്ല. ഞാൻ അവർക്ക് പ്രോമിസ് കൊടുത്തു, ഞാൻ അവരുടെ തലയിൽ വെച്ച് കൈ വെച്ച് സത്യം ചെയ്തതാണ്, സാറേ ഞാൻ ചെയ്യുന്ന വലിയ ചതി അല്ലെങ്കിൽ ഞാൻ ചീറ്റ് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ കുട്ടികളായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി അവർ കീപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യും? ഡിസിഷൻ എടുപ്പിക്കണം. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ അപ്പൊ ആ ലെവലിലാണ് കൗമാരത്തിലേക്ക് കടന്നു വരുന്ന മക്കളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ ഒരു കൗമാരത്തിന്റെ പീക്ക് ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈസ്കൂള് 10 അല്ല ആ ഒരു ലെവൽ ഉണ്ടല്ലോ, 10ാം ക്ലാസ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പൊതുവെ കുട്ടികളുടെ മനസ്സിലൊരു ധാരണ ഉണ്ട്, ഞങ്ങൾ വലുതായി. ഏറ്റവും കൂടുതൽ അലമ്പൻ ടീം പറഞ്ഞ +1 ടീം ആയിരിക്കും. സ്കൂൾ ആവട്ടെ മദ്രസ ആവട്ടെ. കാരണം പിന്നെ ഉസ്താദന്മാർ പഴയ പോലെ പിടിക്കുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അവിടെ അങ്ങനെ കണ്ടില്ലല്ലോ തസ്ബീഹ് എല്ലാവരും ഇന്നലെ പല കണ്ണുറത്ത് പാടും. പണ്ട് അവസ്ഥ ഞാൻ കുറച്ച് നേരം ചെയ്യുന്നത് പറയുന്ന കുട്ടി പിന്നെ മുഖമൊക്കെ മാറി കുറച്ച് ഗൗരവമൊക്കെ വന്ന് ചിലപ്പോ ഉസ്താദല്ലേന്ന് കേൾപ്പിച്ച് അവർക്ക് പറയില്ല. അങ്ങനെ ഉണ്ട്. 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് പറ്റും, രക്ഷിതാക്കൾക്കും പറ്റും. പക്ഷെ 10 കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു ധാരണ ഉണ്ട്, ഞാൻ വലുതായി, എനിക്ക് ഫ്രീഡം വേണം, ഞാനിപ്പോ ആ ഒരു ഇതൊക്കെ കഴിക്കും. SLC എന്ന് പറഞ്ഞാൽ ഇതുവരെ SLC പറഞ്ഞിട്ട് ഞാനും തന്നെ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആയി. ഇത് കഴിയട്ടെ, എന്നിട്ട് വേണം ഞാൻ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഓനത് എൻജോയ് ചെയ്ത കുട്ടികളാണ് അടുത്ത പിടുത്തൽ വരുന്നത്. ഈ പിടുത്തത്തിലും അവർക്ക് ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ അവരെ ചെയ്യേണ്ടത് ഏകദേശം SLC സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് അവരുടെ പക്വത കുറെ ഏകദേശം വന്നിട്ടുണ്ടാവും. പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പക്വതല്ല, കുറെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അവരിലേക്ക് അവർ ഏജിലേക്ക് ഇറങ്ങി അവർക്ക് മനസ്സിലാവുന്ന ലെവലിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് പാരന്റിങ്ങിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞേക്കേണ്ടത്, കൗൺസിലിങ്ങിന് പോവേണ്ടത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ. ഓക്കെയാണോ? പറഞ്ഞത് മനസ്സിലായോ? കുട്ടിയുടെ 15 വയസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് കുറഞ്ഞു. നമുക്ക് ചെയ്യാം. അവരുടെ ഏജിലേക്ക് നമ്മൾ ഇറങ്ങണം. നമ്മൾ ഡോമിനാകരുത്. നമ്മൾ 45 വയസ്സുള്ള ഒരാളും ഒരു 15 വയസ്സാവുന്ന എന്തായാലും ഒരു ആജ്ഞാസ്വരം വരും. അത് വരാതെ അവരിലേക്ക് ഇറങ്ങിയിട്ട് അവരിൽ ഒരാളായി അവരുടെ പ്രശ്നങ്ങളും ഇംഗിതങ്ങളും മനസ്സിലാക്കുന്ന ഒരാളായി നമ്മൾ അവരോട് സംവദിക്കുകയാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അവർക്ക് ഭയങ്കര ബോണ്ടായിരിക്കും നമ്മളോട്. ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു നില. അപ്പൊ അധികം ആ ഒരു ലെവലിലേക്ക് എത്താൻ നല്ലത് ഉമ്മയും ബാപ്പയും ഒരു പക്ഷേ ബോണ്ട് ആവില്ല. കാരണം നമ്മൾ കുറെ തോൽപ്പിച്ചിട്ട് അവനെ അകറ്റി നിർത്തി. പിന്നെ ആ ഒരു സ്ഥാനത്തേക്ക് നല്ലത് ഒന്നെങ്കിൽ അവന്റെ മേമ, അതായത് ഉമ്മന്റെ അനിയത്തി, മേമമാര് പറഞ്ഞാല്, അവന്റെ അമ്മായികൾ പറഞ്ഞാല്, ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി അപ്പൊ അവരും തന്നെ അവനിലേക്ക് ഇവർക്ക് ഉള്ളൊക്കെ കൈയിട്ട് അങ്ങനെയല്ലടാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇത് മനസ്സിലാക്കി കൊല്ല ചിലപ്പോ നല്ലതാണ്. ഉമ്മാൻമാരൊക്കെ കുറ്റം പറയും. അപ്പൊ അങ്ങനെ നല്ല അതിന് ഇങ്ങനെയാണ് ഇങ്ങനെ. ഈ അമ്മായിന്റെ കുട്ടി പറഞ്ഞാൽ ചെയ്യില്ല.
അപ്പൊ ഈ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡ്വൈസിന് വേണ്ടിയിട്ട് അടുത്തൊരാളെ സമീപിക്കുക. ഗ്രാൻഡ്മ ഗ്രാൻഡ് പാ അവരൊക്കെയുള്ള ഈ റോള് പിന്നെ നിലനിർത്തിയിരുന്നത്. ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബായതുകൊണ്ട് ഇത് ആരുമില്ല, പറഞ്ഞെടുക്കാൻ ആരുമില്ല, ഇത് കണ്ടുപഠിക്കാൻ ആരുമില്ല. പിന്നെ നമ്മളെ എന്താണോ നമ്മുടെ തനി സ്വഭാവം ഇതാണ് കുട്ടി കണ്ടുപഠിക്കണമൊക്കെ. അയ്യോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിൽ ഡെലിഗേറ്റ് ചെയ്യണം, അഡ്വൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരിലേക്ക് ഇറങ്ങി പറഞ്ഞു കൊടുത്താലേ അവർ സ്വീകരിക്കുള്ളൂ. ഏത് വയസ്സ് വരെ? കുട്ടിയുടെ 21 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഇതേ ഒരു സ്റ്റേജിലേക്ക് പോകണം. 23 ആയി കഴിഞ്ഞാൽ സൈക്കോളജി പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ തലച്ചോറിന്റെ ഈ ഒരു ഭാഗം ഫ്രണ്ടൽ ലോബ്, പാരിറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, 4 ലോബുകളാണ് നമ്മുടെ തലച്ചോറ്. അതിൽ ഈ ഫ്രണ്ടൽ ലോബിന്റെ ഈ ഒരു ഭാഗം, സുജൂദ് ചെയ്യുന്ന ഭാഗം, നെറ്റിത്തടം വെക്കുന്ന ഈ ഭാഗം, ഇതിന് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നാണ് പറയാം. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ വളർച്ച പരിപൂർണമാകുന്നത് ഒരു കുട്ടിയുടെ 21-23 വയസ്സ് വരെ എത്തുമ്പോഴാണ്. അതായത് നമുക്ക് 4 ലോബുകളാണ് തലച്ചോറുള്ളത്. അതിലെ ഫ്രണ്ടൽ ലോബ് അല്ലാത്ത എല്ലാ ലോബും ഒരു കുഞ്ഞിനക്ക് 3 വയസ്സാകുന്നതോടുകൂടെ വളർച്ച കഴിഞ്ഞു. ആലോചിക്കണേ, കുഞ്ഞിന്റെ വളർച്ച പരിപൂർണമായി ഫ്രണ്ടൽ ലോബേ വളരുള്ളൂ. അതാണ് പക്വത, പാകത എന്ന് പറഞ്ഞ സാധനല്ലേ, മെച്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം ഉണ്ടാക്കി തരുന്നത് നമ്മുടെ ഈ ഫ്രണ്ടൽ ലോബാണ്. ആ ഫ്രണ്ടൽ ലോബിൽ തന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട്. അതിന്റെ വളർച്ച ഒരു 21-23 വരെ പോകും. അതുവരെ നമ്മൾ അവരെന്ത് ചെയ്യണം, ഈ ലെവലിൽ അവരെങ്ങനെ അതൊരു സിറാത്തുപാലാണ്. ആ സിറാത്തുപാലാണ് കടന്നു കിട്ടിയ പിന്നെ മക്കളെ കണ്ടിൽ ടെൻഷൻ ആവുന്ന വേണ്ട. ഇത് മാർസിലും മലഹായും അങ്ങനെയുള്ള ഉമ്മർത്തകൾ പറഞ്ഞത്. ഇവരെങ്ങോട്ട് പോലെ എങ്ങോട്ട് വേണമെങ്കിലും പഠിക്കാൻ വേണ്ടി വിടാം, എങ്ങോട്ട് വേണമെങ്കിലും കളിക്കാൻ വേണ്ടി വിടാം. കാരണം അവർ നല്ല കുട്ടിയായിട്ട് നമ്മുടെ കുടുംബത്തെ പറയിപ്പിക്കാത്ത, അനാശാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത, ലഹരിയിലോ അല്ലെങ്കിൽ വേണ്ടാവസ്തുകളിലോ പെടാത്ത, മൊബൈൽ ഫോണിന്റെ ഫോണോഗ്രഫിയിൽ പെടാത്ത, അതിലൂടെ കൃത്യമായ അൺവാണ്ടഡ് അൺമെച്യൂർഡ് ലവ് അഫെയറിൽ പെടാത്ത നല്ല മക്കളായി നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അതായത് വ്യാജ പ്രണയങ്ങൾ, ലഹരികൾ, പിന്നെ മൊബൈലിൽ അശ്ലീല വീഡിയോസുകൾ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ മോശപ്പെട്ട ഹോമോസെക്സ് അല്ലെങ്കിൽ ലെസ്ബിയൻ സെക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാറ്റഗറികൾ, അല്ലെങ്കിൽ സാധാ ബൾഗറായ ഇന്റർകോഴ്സുകൾ, ഇങ്ങനത്തെ ഒരു അനാശാസ പ്രവർത്തനങ്ങളിലേക്കും പോവാത്ത നല്ല കുട്ടിയായിട്ട് നമ്മുടെ കുട്ടി നമ്മളെ കൂടെ ഉണ്ടാകും. ഏതുവരെ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ലെവലിൽ ശ്രദ്ധിച്ചില്ല. കാരണം അവർക്ക് ആ സമയത്ത് അവർ മെച്യൂരിറ്റി വരും. ഇതൊന്നും ശ്രദ്ധിക്കാത്തൊരു കുട്ടിക്ക് 30ാമത്തെ വയസ്സിലെ മെച്യൂരിറ്റി വരുള്ളൂ. ഇങ്ങനൊന്നും പരിശീലനം കൊടുക്കാതെയാണ് കുട്ടിയെ വളർത്തിയതെങ്കിൽ സ്വമേധയാ അവന്റെ ബ്രെയിൻ ഡെവലപ്പായി വരണമെങ്കിൽ ശരാശരി ഒരു 10-30 വയസ്സൊക്കെ ആവണം. ഒരു 30 വയസ്സായിട്ട് ഒരാൾക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ ബ്രെയിനിന് കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. അതിന്റെ പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ 40 വയസ്സാകണം. 40 വയസ്സായി കഴിഞ്ഞാൽ എടുത്തുചാട്ടങ്ങളൊക്കെ ഇല്ലാതാവും. എല്ലാ അർത്ഥത്തിലുള്ള പരിപൂർണമായ ഒരു മെച്ചൂർഡായ ഒരു മനുഷ്യനായി മാറും. അതുകൊണ്ടാണ് നുബുവത്തിന്റെ പ്രായമൊക്കെ എന്തായി മാറിയത്? 40 വയസ്സായി. 40-ലെ ഒരു മനുഷ്യന്റെ വികാരം അങ്ങനെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോ നല്ലോണം അടിച്ചു വളർത്തിയ ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവിന് 40 വയസ്സായിട്ട് ഒരു 45-50 ആയിട്ട് പേരക്കുട്ടിനെ നമ്മുടെ സ്വന്തം മോളോ മോനോ അടിക്കുമ്പോ വേണ്ടടാ അടിക്കണമെന്ന് പറയില്ലേ? അന്ന് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ടാവും ഈ മോനും മോളൊക്കെ. ഓന്റെ കുട്ടിനെ അടിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ, ആ മെച്യൂരിറ്റി വന്നുകൊണ്ടാണ്. അന്ന് നമുക്ക് മെച്യൂരിറ്റി ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, വലിയ കുട്ടികളെ ഈ രൂപത്തിലാണ് ട്രെയിൻ ചെയ്യേണ്ടത്. അവരെ പരിഗണിക്കണം, അവരോട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാലോ, യാ അബാ ഉമാമ ഇന്ന മിനൻ നാസി മൻ ഇൻ അറാഹു ഫയലീനു ലഹു ഖൽബി വഅൻത മിൻഹും. അതായത് യാ അബാ ഉമാമ, അബൂ ഉമാമ എന്നവരെ, ഇന്ന മിനൻ നാസി മൻ, ജനങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാട്ടോ, അൻത മിൻഹും, അതിൽ പെട്ടാട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ക്ലാസ്സിന് വന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് ഇപ്പോൾ ഈ ഒരു ഉപ്പാനെ കൈ പിടിച്ചിട്ട് 3-4 ഒക്കെ ആയിട്ടില്ലേ, എന്നാലും ഞാൻ ഉദാഹരണം പറയാണ്, ഈ ഉപ്പാനെ കൈ പിടിച്ചിട്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നത് വരെ നിങ്ങൾ കണ്ണെടുക്കാതെ എന്നെ നോക്കിയിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി, താങ്ക് യു, ലവ് യു. നമുക്ക് പിന്നെ എന്താ പറയുക, ആ ഒരു സ്നേഹം സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? ആക്സെപ്റ്റൻസ് വരുമല്ലേ, സ്വീകാര്യത വരുമല്ലേ? വരും. ഇത് ഈ ഒരു അപ്രോച്ച് റസൂൽ എടുത്തത്. ജനങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട് മോനെ, ഓരോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, മനസ്സിന് നിങ്ങൾ അതിൽ പെട്ടതാട്ടോ എന്ന്. എന്നിട്ട് പറയാണ് മോനെ സല്ലിം അലാ അഹ്ലി,
വീട്ടിൽ പോകും, വീട്ടിലോട്ട് സലാം പറഞ്ഞിട്ടില്ലേ? സലാം പറയാൻ വേണ്ടി പറഞ്ഞെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് ഒരു പാലിട്ട്, ഓരോ മനസ്സിലേക്ക് റാപ്പാമിട്ട് ചെയ്തു ഒരു പാലിട്ട് എന്നിട്ടാ പറഞ്ഞത്. അതുപോലെ മായത്തോട് പറഞ്ഞൊരു വാക്കുന്നില്ലേ, ഐ ലവ് യു, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. അവന്റെ മനസ്സിലേക്ക് ഒരു പാലിട്ടിട്ടാണ് കൗമാരത്തിലുള്ള കുട്ടിയോട് നിബന്ധങ്ങൾ സംസാരിച്ചത്. ഏത് കാലത്ത്? അന്ധകാലത്ത്. ഇപ്പോഴോ എന്തായാലും നമ്മൾ അതിനേക്കാളും സൈക്കോളജിക്കൽ എടുക്കണം മക്കളെ കൈ കിട്ടണമെങ്കിൽ. ഞങ്ങളതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് തന്നെ കൗൺസിലിംഗിൽ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ കൈ എടുക്കുന്നത് ഞങ്ങളെ എന്തോ റിസ്ക് എടുക്കേണ്ടതല്ലോ. ഞങ്ങൾക്ക് തന്നെ ഇത് പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഭയങ്കര റിസ്ക്കാണ്. അവിടെ അത്ര എളുപ്പമുള്ള സംഗതി ഒന്നല്ല നമ്മൾ പാരന്റിങ് ചെയ്യാന്നുള്ളത്. അത്രമേൽ പഠിച്ചും അത്രമേൽ ശ്രദ്ധയോടുകൂടെയും അത്രമേൽ കരുതിയും ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ് പാരന്റിങ് അഥവാ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അതൊക്കെ സംഭവിച്ചത്. നമ്മളാരും കൗൺസിലിംഗ് പഠിച്ചിട്ടോ സൈക്കോളജി പഠിച്ചിട്ടോ അല്ല കല്യാണം കഴിച്ചതും മക്കളുണ്ടായതും വാപ്പായതുമായതും ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഇനിയെങ്കിലും യൂട്യൂബിൽ ഇരുന്നോ ഓൺലൈൻ കോഴ്സുകളായിട്ടോ അല്ലെ എവിടെയും പോയിട്ടോ അല്ലെ ഈ പറഞ്ഞ സംഗതിയെ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടോ നമ്മൾ പരിശീലനത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി, സമയം അനുവദിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ മാറ്റിവെച്ച ആ കാര്യം കൂടെ പറയാം. നമ്മൾ നാളത്തെ പിന്നീട് പറയാന്ന് പറഞ്ഞ സംഗതി എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കട്ടെ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാക്കട്ടെ. പരിശീലനം പറഞ്ഞു. പരിശീലനം പറഞ്ഞതിന് തൊട്ട് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് അത് വന്നിട്ടില്ല, പതിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അത് പറയുന്നതിനേക്കാളും ഗുണം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ചില ചോദ്യങ്ങളോ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് അത് ക്ലിയർ ആയി പോകുമ്പോൾ ഈ ഉള്ളത് ഒന്ന് നല്ലോണം നമുക്ക് മനസ്സിലേക്ക് ആയത്തിൽ പഠിക്കാൻ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അവൻ ആരെങ്കിലും ചോദിച്ചേ. എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും ആർക്കൊന്നുമില്ല, മടിയായതുകൊണ്ടാണോ? പറഞ്ഞോ, എങ്ങനെ പറഞ്ഞോ? അതിനോട് പറഞ്ഞത് നേരത്തെ കിടക്കുന്ന പരിശീലിപ്പിച്ചാൽ അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാല് പുറത്ത് വേണ്ടിയിട്ട് ഒരു 9:30 കഴിക്കുമ്പോ വീട്ടിലുണ്ടോ? ആ എന്നാ പിന്നെ വളരെ സിമ്പിൾ ആണ്. ഓനക്ക് വേണ്ടി അഭിനയിച്ചാണ് എടുക്കുക. എന്നിട്ട് ഓനെ ഉറക്കിട്ട് ഇന്ന് തിരിച്ചു വരിക. തിരിച്ചു അവന് പോലും ഞങ്ങൾ തിരിച്ചാൽ പോരൂലേ? ടൈമിംഗ് ആണ് ശീലമായി പോയത്. അങ്ങനെ ശീലമായി പോയി, നമ്മൾ ശീലമാക്കി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി എന്തെങ്കിലും അറിയാം. പൊതുവെ നമ്മുടെ മനസ്സിലൊരു സംഗതി ഉണ്ട്, ഞാനോ കഷ്ടപ്പെട്ടു എന്റെ മക്കള് കഷ്ടപ്പെടരുത് എന്നുള്ളൊരു സംഗതി. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഗതി. ഞാനോ കഷ്ടപ്പെട്ടു എന്റെ മക്കള്, ഇതാണ് ഇന്നത്തെ സൂയിസൈഡിന്റെയും പെട്ടെന്ന് മക്കൾ അഗ്രസീവ് ആവുക. എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ആദ്യം പോലെ ഡൈനിങ്ങുണ്ടാവും നല്ല നെഞ്ചിലിങ്ങനെ പ്ലേറ്റുകളൊക്കെ വെച്ചിരുന്നു, പ്ലേറ്റ് ഗ്ലാസുകളൊക്കെ ചൊട്ടുള്ള ആദ്യം പോലെ മുന്നേ വെക്കുക. അതാണ് കാരണം സ്റ്റീൽ പ്ലേറ്റ് കുറെ പൊട്ടിച്ചു നോക്കി, താഴത്തിട്ട് നോക്കി, ആദ്യം ആക്കിക്കോ, ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഒരിട്ടും ചില്ലിന്റെ പാത്രം താഴെ വീണപ്പോ കുറച്ചും കുറേ 30-15 വരും അല്ലെ? കുപ്പി ഗ്ലാസ് അല്ലിട്ട് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ മനസ്സിലായ മെസ്സേജ് കിട്ടി, ഇമ്മാനെ ദേഷ്യം പിടിപ്പിക്കേണ്ടതാണ് കുപ്പി ഗ്ലാസിന്റെ പൊട്ടിക്കണം. അപ്പൊ പിന്നെ കുപ്പി ഗ്ലാസ് എവിടെ കൂടുതലുള്ളത്? കന്നഡന്മാരിലാണ്. അതുപോലെ അത് ടാർഗറ്റ് ആക്കി കുറെ തീരുമാനമാക്കും. വളരെ പെട്ടെന്ന് വയലൻസ് ആവുന്ന കുട്ടികളല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെ? ഭയങ്കര പെട്ടെന്ന് അഗ്രസീവ് ആവും. ഇതെന്തുകൊണ്ടാ? ഞാനോ കഷ്ടപ്പെട്ടു, എന്റെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മളൊക്കെ നമ്മുടെ മക്കളൊക്കെ വളർത്തുന്നത് രീതി ഒരു ബ്രോയിലർ ചിക്കൻ വളർത്തുന്ന പോലെയാണ്. നമ്മളൊക്കെ വളർത്തുന്നത് ആടകോഴിയൊക്കെയാണ്.
അല്ല അല്ല ചിരിക്കണ്ട. ഞാൻ നമ്മുടെ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മൾ ചാടാത്ത കുളം ഉണ്ടായിരുന്നു ഇല്ലല്ലോ. നമ്മൾ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു മരം വലുതായിക്കണം. എന്തുകൊണ്ടാ? വികൃതിന്റെ ഉൾക്കൊണ്ട്. അതന്നെ ഇന്നത്തെ സംഭവിക്കുന്നത്. വീട്ടുമുറ്റത്തേക്ക് വണ്ടി വരും, വണ്ടിയിൽ കയറും, സ്കൂളിൽ ഇറങ്ങും അല്ലെ, AC റൂമിലേക്ക് കയറും, AC വീട്ടിൽ നിന്ന് AC ബസ്സിൽ, AC സ്കൂളിൽ തിരിച്ച് പൊടി ചളിന്നാവാതെ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ തരും? ഇമ്മ ആ ഡ്രസ്സ് പാരന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റിച്ചോ? ആ അറത്തിടാൻ പറയാം, അറത്ത് പഴയ കാലത്ത് അറത്ത് എന്നിട്ട് വള്ളത്തിലിട്ടാക്കാൻ പറയും ബക്കറ്റില്. കാരണം ഒന്ന് പൊതി രണ്ടിലും. അതാണ് നമ്മുടെ നാടൻ പോയി. ഇന്ന് മക്കള് ബ്രോയിലർ ചിക്കൻ ആക്കിയിട്ട് നമ്മൾ വളർത്തുകയാണ്. അതന്നെയാണ് വിഷയം. ബ്രോയിലർ ചിക്കനും ഇതേ സംഗതികളുണ്ട്. അതേപോലെ നമ്മുടെ കുട്ടികൾക്കും ഈ ഒരു അറ്റാക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രയാസങ്ങളെ നേരിടാൻ കഴിയാത്ത അവസ്ഥ, പ്രതിസന്ധികളെ നേരിടാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് മക്കളെ 10 കാര്യം മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ 3 കാര്യം സ്പോട്ടിൽ കൊടുക്കാവൂ. ബാക്കി 7 കാര്യത്തോട് നോ പറയണമെന്നാണ്. നമ്മളങ്ങനെ നോ പറയുമോ? നോ പറഞ്ഞ് വളർത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ട് കുട്ടി ആത്മഹത്യ ചെയ്ത് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്. ആ കുട്ടി അതിന് മുമ്പ് ഇന്നവരെ നോ കേട്ടിട്ടില്ല. എല്ലാം പേഴ്സണൽ പാരന്റിംഗ് എന്ന് പറയും. എല്ലാം എസ്. മൊബൈൽ ഫോൺ കൊടുക്കും. അങ്ങനെ മൊബൈൽ ഫോൺ കൊടുത്താൽ കുട്ടിയെ അടിമപ്പെടുത്തി. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു സന്തോഷം കുട്ടിക്ക് കിട്ടാത്ത ലെവലിലേക്ക് കുട്ടി എത്തി. അതായത് ഇതൊരു സംഭവിക്കുന്ന ഒരു സാധനം അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സന്തോഷം തരുന്നത് ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. ഒന്നുകൂടെ കൂടെ വരണേ. ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ ഈ കാര്യം ചെയ്ത് കുറെ സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹോർമോൺ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മളിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡോപ്പമിൻ വരും, കൂടുതൽ സന്തോഷം ഉണ്ടാകും. വേറെ എന്ത് കാര്യം ചെയ്താലും അത്തരത്തിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടൂല. സന്തോഷം കിട്ടാത്തത് പെയിൻഫുൾ ആയിരിക്കും, മറ്റത് പീസ്ഫുൾ ആയിരിക്കും. അപ്പൊ കുട്ടി ഏതിൽ നിന്ന് എങ്ങോട്ട് തന്നെ പോകും. എന്ത് നമ്മൾ വേറെ ഡിലീറ്റ് ചെയ്താലും അവൻ എങ്ങോട്ട് തന്നെ പോകും, ഈ മൊബൈൽ ഫോണിൽ പോകും. കാരണം എന്താ? അവിടെയാണ് അവർക്ക് കൂടുതൽ ഹാപ്പിനെസ്, സന്തോഷം കിട്ടുന്നത്. അങ്ങനെ അവർ അതിൽ എന്ത് ചെയ്യുന്നു? ഹൈലി അഡിക്റ്റഡ് ആക്കുന്നു. ഈ അഡിക്റ്റഡ് ആയ കുട്ടി ഉമ്മച്ചിയെ കുറുക്കുറു കുറുക്കുറു, ഉമ്മച്ചിയെ ലേസ് ലേസ്, ഉമ്മച്ചിക്ക് JCB JCB, ഉമ്മച്ചി പാവച്ചക്കുട്ടി പാവച്ചക്കുട്ടി, ഉമ്മച്ചി ഡോട്ടർ സെറ്റ് ഡോട്ടർ സെറ്റ്, ഇപ്പച്ചി കട്ടക്കളിന്റെ സാധനം കട്ടക്കളി, ഇപ്പച്ചി തൂക്ക് തൂക്ക്, ഇപ്പച്ചി ഡ്രസ്സ് വേണം ഡ്രസ്സ്. ഓരോ കടയിൽ പോയി തീരുമാനിക്കണം എനിക്ക് ഡ്രസ്സ് മതിയത്. അപ്പൊ അത് വില പോലും നോക്കാൻ നമ്മൾ വാങ്ങിക്കൊടുത്ത് പരിശീലിപ്പിക്കും. സത്യല്ലേ? സത്യമാണല്ലേ? ഇനി അഥവാ നോ പറഞ്ഞൊക്കെ കൂലി ഉണ്ടാവും. മാപ്പാടുത്ത് പൈസ ഇല്ലാതാവുമ്പോ എന്നിട്ട് കെട്ടിയത് 3000 റുപ്യന്റെ ആ ടോയ്സ് അനക്കോ അത് വാങ്ങിത്തരില്ല, അത് വാങ്ങിത്തരില്ല. ആ സമയത്ത് കിടന്നുണ്ട് ഉരുള് അങ്ങാടിയിൽ കിടന്ന് ഉരുണ്ടിട്ട് അഗ്രസീവായി നമ്മളെ കുത്തും, നമ്മളെ ബാഗിട്ട് വലിച്ചെറിയും, നമ്മുടെ ഫോണൊക്കെ ചിലപ്പോൾ അപ്പുറത്തേക്ക് റോഡിന്റെ നടുക്കെത്തിയിട്ടുണ്ടാവും. കിടന്ന് ഉരുണ്ടിട്ട് മാനം കിടുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. ഈ വഷളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും? പണ്ടാറൊക്കെ അത് അവിടെ വയ്ക്കുന്ന വയ്ക്കുക പറയും. പിറ്റേ ദിവസം കാണാം അതിന്റെ ടയർ വേറെ ആയിട്ടുണ്ടാവും, പാലക്കോട്ടുകാരന്റെ മറ്റേ ടയർ വേറെ ഉണ്ടാവും, അതിന്റെ മേലത്തെ ലൈറ്റിന്റെ എന്താ പറയാ ആ ലൈറ്റ് വേറെ പോന്നിട്ടുണ്ടാവും. ശരിയാണല്ലേ? ഇത്ര പൈസ ആണെങ്കിലും. അപ്പൊ നമ്മൾ ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പെർമിസീവ് ആവും. പക്ഷെ അങ്ങനെ നമ്മൾ റോഡിൽ കിടന്ന് ഉരുളുന്നത് ഒറ്റയ്ക്കല്ല, വീട്ടിൽ പലപ്പോഴും അങ്ങനെ കരഞ്ഞ് 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 ഒരു അവകാശം നേരിട്ടിട്ടുണ്ട്. എത്ര കരഞ്ഞോലും മെയിൻ ചെയ്യാതെ തിരിഞ്ഞു നോക്കി ഓട്ടോമാറ്റിക്കലി നീച്ചു പോകുന്നുള്ളൂ. സത്യം. ഇങ്ങനെ ചെയ്ത് നോക്കി ചെറിയ കുട്ടികളെ ഓരോ കരട്ടാനും തീരുമാനിച്ചിട്ടേ കരഞ്ഞപ്പോ മരിക്കൊന്നുമില്ലല്ലോ. തേങ്ങി 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 ചിലപ്പോ വാഷിന്റെ പുറത്ത് 5-6 മണിക്കൂർ വെയിലത്തൊക്കെ കിടക്കും. ഒന്നാണ് കിടന്നിട്ട് തീരുമാനിക്കാം, ഒന്നും സംഭവിക്കാനില്ല. അവരെ വാശി ജയിക്കുകയും നമ്മൾ തോറ്റെടുക്കുകയും ചെയ്താൽ അവന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് വന്നു, എനിക്ക് എന്റെ കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നേടിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? ഫ്ലെക്സിബിൾ ആകും. കുട്ടിയല്ലേ ഇനി നമ്മളെ ഉമ്മയും പാർട്ടിയും, അതായത് അമ്മോശനും അമ്മായിയും അല്ല നമ്മളെ ഉമ്മയും പാർട്ടിയും പറയും ആ പൈതലല്ലേ അത് കൊടുത്തു നോക്കിയാ അല്ലെ, അവര് സപ്പോർട്ട് ചെയ്യാണ്ടാവും. ഇനി അഥവാ നമ്മൾ അടുക്കാൻ ചെന്നാൽ എന്റെ കുട്ടിയാണ് ആ മാക്സിമം എടുക്കണം വല്യമ്മ, ആ വല്യമ്മ പ്രൊട്ടക്ട് ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഇതുവരെ നോ കിട്ടിയിട്ടില്ല. കുട്ടിക്ക് ഇതുവരെ അവര് പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കുറച്ചിങ്ങനെ വലുതായി വന്നിട്ട് പിന്നെ നമുക്ക് തന്നെ ബോധം വരും, കുട്ടി കയ്യിൽ നിന്ന് പോയി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്റെ കുട്ടിന്റെ അങ്ങ് ഏറ്റവും വിഷമത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കുടിക്കാൻ ശ്രമിക്കുന്നത് സംഭവിക്കുക ഓട് വിട്ടേരോ
ഇത് ഭയങ്കര ഫൈറ്റായി. ഇതേപോലെ ഉമ്മയും വാപ്പയും മോനും മോളും ഭയങ്കര ഫൈറ്റായി. കാരണം മുണ്ടാതെടുക്കലും തെറ്റെടുക്കലും വരിക, ആരും ഇല്ലാത്ത സമയത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വരില്ല, തെറ്റെടുക്കും, ഓളത് ഓളന്നെ തിരുമ്പും, ഓളത് ഓളന്നെ ചെയ്യും, വാശിക്കോടൊക്കെ ചെയ്യും, മുണ്ടാതെ വെക്കും, ഒറ്റയ്ക്ക് പോകാൻ വരിക, പരമാവധി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ എന്ത് ചെയ്യും അവര് ബിഹേവ് ചെയ്യും. അപ്പൊ നമുക്ക് സങ്കടമാവും. അപ്പൊ നമ്മൾ അവരെ സോപ്പിടാൻ ചെയ്യും. അപ്പോൾ ആര് ജയിച്ചു? ഓല് ജയിച്ചു. പിന്നെ ഒരു സമയത്തുമ്പോ നമ്മള് പറ്റൂലാതെ വാശി എടുക്കുമ്പോ ഒരു ഫീൽ ചെയ്യുന്ന സംഗതി എന്താ? ഫുൾ ബ്ലൈൻഡാണ്. ഇത്രയും കാലം അനുഭവിക്കാത്ത ആ ഒരു ഫ്രീഡംലെസ്, ഇത്രയും കാലം അനുഭവിക്കാത്ത ഒരു പ്രതിസന്ധി ഇനി എന്റെ മുമ്പിൽ എന്ത്? വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു? ജീവിതം അവസാനിപ്പിക്കുന്നു. ഈ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ ഗെയിമിലാവട്ടെ, ഇന്നത്തെ ബാക്കി സംഗതിയിലാവട്ടെ നോർമലായ സംഗതിയാണ്. ആളെ കൊല്ലല്, വെടിവെച്ച് കൊല്ലല്. പബ്ജിയും ഫ്രീ ഫയറും കളിക്കാത്ത കുട്ടികളൊന്നുണ്ടോ? എന്തായാലും സംഭവിക്കുന്നത് ആളെ കൊല്ലാനോ വെടിവെക്കലാണോ? അല്ലേ? അല്ലേ? ആണോ? അല്ലേ? ഒരാളെ മണിക്കൂടാതെ കൊല്ലുക എന്ന് പറഞ്ഞ സംഗതിയിൽ നടക്കുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് പൊട്ടനാണോ? അല്ലേ? ഞങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഉമ്മമാരെ സീരിയൽ കണ്ട കാര്യമല്ലേ? ഇനിയിപ്പോൾ നല്ല ഉമ്മമാരാവും. ഞങ്ങളൊന്നും കാണില്ല. എന്താ വേണ്ട? ഒരു കോമഡി കണ്ടാൽ ചിരിക്കുമല്ലേ? ഒരു മനുഷ്യന് ഇമോഷനോട് കടന്നു പോകൂലേ? ഒന്ന് ആലോചിച്ചോളൂ. ഓൽക്കുള്ള വേറെ കഥ ഞാൻ വേറെ കൊടുക്കാം. ഉമ്മമാരെ, നല്ല നമ്മൾ കോഴിക്കോട് ബീച്ചിലുള്ളത്. അവിടെ ഇങ്ങനെ കുറെ ഉന്തുവണ്ടികളുണ്ട്. ആ ഉന്തുവണ്ടിയിൽ കുറെ ഭരണികളുണ്ട്. ആ ഭരണിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട് നീളത്തിൽ മുറിച്ച മാങ്ങ, പപ്പായ ഉണ്ട്, കക്കരിക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അരനെല്ലിക്കുണ്ട്, അമ്പായങ്ങുണ്ട്, ചച്ചിണ്ട്, പിന്നെ മസാല കണ്ടല്ലോ, മസാല ഞാൻ തേച്ചിട്ട് നാവില് വെള്ളം വന്നല്ലേ? വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ആലോചിച്ചോളൂ. എന്തുകൊണ്ട് ഇത് വന്നു? നമ്മുടെ മനസ്സ് പൊട്ടനാണ്. എന്തുകൊണ്ട് സിനിമ കാണുമ്പോൾ ഇമോഷണൽ എന്ന് കരയുന്നു? നമ്മുടെ മനസ്സ് പൊട്ടനാണ്. എന്തുകൊണ്ട് നല്ല രുചികരമായ ടോസ്റ്റ്, നല്ല ആളുകൾക്ക് ഫുഡാണല്ലോ വേണ്ടത്, ആ സാധനം കിട്ടുന്ന സമയത്ത് രാവിലെ വെള്ളം വരുന്നു, നമ്മൾ ഇൻട്രസ്റ്റ് ആവുന്നു? നമ്മുടെ മനസ്സ് പൊട്ടനാണ്. അവർ സബ്കോൺഷ്യസ് മൈൻഡ് ഡസന്റ് നോ ദ റിയാലിറ്റി ബിറ്റ്വീൻ റിയൽ ഓർ അൺറിയൽ. ഇതാണ് അതിന്റെ ഒരു പ്രീ സപ്പോസിഷൻ ആയിട്ട് പറയാറുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് പൊട്ടനും പൊട്ടത്തിയാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ ഇതിപ്പോ സിനിമയാണ്, ഇതൊരിക്കലും അഭിനയിച്ചതാണ്, ഇതൊരിക്കലും റിയൽ അല്ല, ഇതൊരു ബിസിനസ് ആണ്, ഇത് അവരുടെ ഫിലിം ഇൻഡസ്ട്രിയാണ്, ആക്ടേഴ്സും ആക്ട്രസും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഏത് ആംഗിൾ നിന്നും ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചാൽ സങ്കടം വരുമോ? ഇതൊക്കെ വെറുതെ പറയണം. ഇതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല. ഈ മാങ്ങയും ആണ്ടിപ്പരിപ്പും മുന്തിരി അല്ലെങ്കിൽ ഈ സാധനം ഉപ്പിട്ടോ എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് വെച്ചാൽ നാവിൽ വെള്ളം വരുമോ? പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുമോ? 10% നമ്മൾ അങ്ങനെ സ്വബോധത്തിൽ ജീവിക്കുള്ളൂ. ബാക്കി 90 അബോധ മനസ്സിലാണ് ജീവിക്കുന്നത്. കുട്ടി ഇത് കാണുമ്പോൾ ഞാനത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്, ഞാൻ മൊബൈൽ അല്ലാതെയാണോ ഒരു നേരത്തിലേക്ക് ഒന്ന് തിരിച്ചെത്തുവോ? നിങ്ങളോടല്ലേ പോയോ? കുട്ടി ആ റേറ്റിലേക്ക് തിരിച്ചെത്തുവോ? ഞാൻ മൊബൈലിലാണെന്നില്ല. കുട്ടിന്റെ മനസ്സിൽ സിമ്പിളാണ്. ഒരാളെ കൊല്ലല് സിമ്പിളാണ്. അതുകൊണ്ട് ഷഹബാസിനെ നെഞ്ചയ്ക്ക് അടിക്കേണ്ടി വന്നതും ആ കുട്ടി മരിക്കേണ്ടി വന്നതും, അഫാന് സിമ്പിളായിട്ട് ബാക്കിയുള്ളവരെ കൊന്നത്, സ്വന്തം അനിയനെ വരെ സ്വന്തം ഉമ്മനെയും ബാക്കിയുള്ള കാമുകിനൊക്കെ വെട്ടി പരിപ്പേൽപ്പിച്ചതാവണ്ട. കാരണം കില്ലിംഗ് ഇസ് എ സിമ്പിൾ. ഇത് നിരന്തരം അവൻ ചെയ്ത് അവന്റെ മനസ്സിൽ അതൊരു സിമ്പിൾ കാര്യമായി. ഇന്നല്ലേ നാളത്തെ അമ്മമാർ നിങ്ങളായിരിക്കും, ബാപ്പന്മാർ നിങ്ങളായിരിക്കും. ഇത് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പബ്ജിയും ഫ്രീ ഫയർ ആണ് നിങ്ങൾ അവർക്ക് വല്ലാണ്ട് കളിക്കാൻ കൊടുക്കുന്നത് ഗെയിമിംഗ്. കില്ലിംഗ് ഗെയിം ഒരിക്കൽ പോലും അവരെ നമ്മൾ പരിശീലിപ്പിക്കാൻ പാടില്ലാത്ത, അവസരം കൊടുക്കാൻ പാടില്ലാത്ത സാധനം. വേറെ റേസിംഗ് കൊടുത്തോളൂ, കാർ റേസിംഗ് കൊടുത്തോളൂ. ഇവിടെ പെസ് ഉണ്ട് ഫുട്ബോളിൽ, എന്നാലും വലിയ കുഴപ്പമില്ല, അത് കളിച്ചോട്ടെ. അതേപോലെ ഈ ഗെയിമുകളുണ്ട്, കാർ ഗെയിമുകൾ. ഈ ഗെയിം സോണിലൊക്കെ പോയാൽ എന്നിട്ട് ഈ കാർ കൊണ്ട് എന്ത് ചെയ്യാം? അതിന് മുമ്പ് കൂടെ പോണ പെണ്ണുകളും ആണുങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡ്, ഓല കൊണ്ടേ എത്തിക്കുക. അപ്പൊ പോലീസ് വരുന്നൊരു പോലീസിനെ വെട്ടിച്ചിട്ട് എന്ത് ചെയ്യാം? നേരെ ഇങ്ങനെ പോവാ. അല്ലെങ്കിൽ അപ്പൊ ഒരാളെ കൊല്ല, ഒരു പെണ്ണിനെ മൊത്തം കൂടെ വണ്ടി കയറ്റി അങ്ങോട്ട് കൊണ്ട് ഒരുക്കിയിട്ട് ചോര വ്യക്തിയാൽ പോലീസ് വരും. അപ്പൊ പോലീസ് വരാൻ വേണ്ടി പോലെ അങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്യും? പോലീസിന് മുമ്പിൽ വെട്ടിക്കാൻ വേണ്ടി ഹീറോയാവാം, ഹീറോ പരിവേഷത്തിലേക്ക് എത്താൻ വേണ്ടി. ഒരാളെ കൊല്ലൽ നിസ്സാരമാണ്. ഇത് ഫോണിലൂടെയാണ്, ഇത് റിയാലിറ്റിയാണ്, വ്യത്യാസം. പക്ഷെ സബ്കോൺഷ്യസ് മൈൻഡ് അറിയില്ല എന്ത് പൊട്ടനും പൊട്ടത്തിയായതുകൊണ്ടും അത് ആക്സെപ്റ്റ് ചെയ്യും, സംഭവിക്കും. പിന്നെ അവർ സിമ്പിൾ ആയിട്ട് കാണുന്നത് എന്താ? സൂയിസൈഡാണ്. യഥേഷ്ടം കാണുന്നത് എന്താ? മരണമാണ്. അപ്പൊ മരണം സിമ്പിളാണ്. അവരെന്ത് ചെയ്യും? മരണത്തെ ചൂസ് ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞു. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റോ മാഷറുണ്ട്, മീസാറുണ്ട്, ഹിസാബുണ്ട്, സെറാത്തുണ്ട്, ഇങ്ങനത്തെ ബിലീഫ് സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. നമ്മളത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, നമുക്കോ ഇല്ല, നമ്മളെ കുട്ടികൾക്കും ഇല്ല. പഴയ കാലത്ത് ആൾക്കാർ ഈമാന്നുണ്ടോ? ഇല്ല.
അപ്പൊ അവർ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അടിമുടി മാറേണ്ട സമയമായിട്ടുണ്ട്. ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചത് നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ അല്ല. നിങ്ങൾ ആരെങ്കിലും വിഷമം കരുതരുത്. ചില സത്യങ്ങൾ, അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവട്ടെ. നമ്മളൊരു ഇൻഡോർ പ്രോഗ്രാമാണ്, പൊതു സ്ഥലത്തിൽ അങ്ങാടിയിലെ കവല പ്രശ്നങ്ങളല്ലോ. അതുകൊണ്ട് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. ആരും അതിന്റെ പേരിൽ എന്നോട് വിഷമം പറയരുത്, സങ്കടം ഉണ്ടാവരുത്. നിങ്ങളാരും അതിന്റെ പേരിൽ എനിക്ക് എതിരെയുള്ള ബന്ധുവായകളോ കാര്യങ്ങളോ ഉണ്ടാവരുത്. ഏതാ ചെങ്ങായി എന്നിട്ട് പുറത്തുപോയി പറയരുത്. ചില തുറന്നു പറച്ചിലുകൾ ഇതുപോലെ അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. തീർത്തും സതുദ്ദേശപരമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം, എന്റെ ദുആകളിൽ നിങ്ങളും ഉണ്ടാകും. അല്ലാഹു നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ കയ്യിലും യൂട്യൂബ് ഉണ്ട്. ആ യൂട്യൂബിൽ നല്ല നല്ല പോഡ്കാസ്റ്റുകളുണ്ട്, നല്ല നല്ല യൂട്യൂബിൽ പ്രസംഗങ്ങളുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കേട്ടാൽ തന്നെ നമുക്ക് പഠിക്കാൻ മാത്രം അതിലുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ പഠിക്കണം എന്നൊരു മനസ്സുണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്തൊക്കെയോ കുറവ് നമുക്ക് ഉണ്ടെന്ന് തോന്നണം, ബോധ്യപ്പെടണം. അപ്പൊ പിന്നെ സമയം ഉണ്ടാക്കും കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരു ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിഷയങ്ങളൊക്കെ പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ.